ശ്രീ മാത്യു കുഴൽനാടനൊക്കെ നിയമസഭയിൽ പിണറായി വിജയന്റെയും മകളുടെയും കമ്പനിയുടെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉന്നയിക്കുന്നതിന് എത്രയോ മുമ്പ് PT തോമസ് ആണ് ശക്തമായി ഇതിനെതിരെ രംഗത്തെത്തിയത്. PT പറഞ്ഞ ചില കാര്യങ്ങൾക്ക് പ്രവചന സ്വഭാവമുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. ഞാൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് എറണാകുളത്ത് ആലുവയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും മാസം തോറും 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിലേക്ക് പോകുന്നതായി തെളിഞ്ഞു. ഇതിൽ പരം എന്ത് തെളിവാണ് ഒരു സിവിലിയനായ അല്ലെങ്കിൽ മറ്റൊരു അധികാരമില്ലാത്ത എനിക്ക് തെളിയിക്കാൻ കഴിയുക? ഇനി എനിക്ക് തെളിയിക്കാൻ പറ്റുന്നത് എനിക്കൊരു കാക്കിയും ഒരു തോക്കും ഒരു വടിയും ഒരു തൊപ്പിയും പോലീസിന്റെ അധികാരവും തരാമെങ്കിൽ ഞാൻ അന്വേഷിക്കാം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എക്സാലോജിനെ പറ്റി അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരും. കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. കാരണം അവരുടെ എല്ലാം തലപ്പത്തിരുന്നുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി സത്യം മറച്ചു വെക്കാൻ കണ്ണടഞ്ഞു പോയ ധൃതരാഷ്ട്ര പുത്രവാത്സല്യം കൊണ്ട് തകർന്ന ചരിത്രമാണെങ്കിൽ പുത്രി വാത്സല്യം കൊണ്ട് തകരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കഥയാവും കേരളം ദർശിക്കാൻ പോകുന്നത്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കും.